ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസായിരുന്നു. അപ്പോൾ പുതുപുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ചാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മൈക്കിനെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ മൂന്നോ നാലോ മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനെപ്പോൾ വീഡിയോ ഇടുമ്പോഴും കുറേ പേര് ചോദിക്കുന്ന സംഭവമാണ്. ഇൻസ്റ്റാഗ്രാമിലായാലും എവിടെയായാലും മെസ്സേജ് അയച്ചും കുറേ പേര് ചോദിക്കുന്ന സംഭവമാണ് യൂസ് ചെയ്യുന്ന മൈക്ക് ഏതാണ്. അപ്പോൾ ഇതാണ് മൈക്ക്. ഇത് ഗ്രനേഡോ എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ മൈക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടൻറ് ക്രിയേഷനൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് മൈക്ക് വാങ്ങണം, ഒരു 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉള്ളെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന മൈക്കാണ്. വയർലെസ് മൈക്കാണ്. അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ്. ഇതേ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. പിന്നെ എന്താണ് നോയ്സ് ക്യാൻസലേഷൻ, ഒരു രക്ഷയില്ലാത്ത നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. 3 ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് ഇതിൽ. 1, 2, 3. അപ്പോൾ 3 ഇട്ടാൽ ചുറ്റുള്ള ഒന്നും കേൾക്കില്ല, നോയ്സ് ഒന്നും. നമ്മൾ പറയുന്ന സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. അങ്ങനത്തെ അടിപൊളി ലെവൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചത് പെട്ടെന്ന്. അപ്പോൾ ഇപ്പോൾ 1 ആണ്, 2 ആണ്, ഇപ്പോൾ 3 ആണ്. ഇപ്പോൾ ലെവൽ 3 നോയ്സ് ക്യാൻസലേഷനാണ്. അപ്പോൾ ചുറ്റുമുള്ള കാറ്റിൻ്റെ സൗണ്ട് ഇതൊക്കെ ഉണ്ട്. നിങ്ങളൊന്നും കേൾക്കുന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ സൗണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ അങ്ങനത്തെ അടിപൊളി നോയ്സ് ക്യാൻസലേഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ മോഡാണ്. അപ്പോൾ ഇതും പിന്നെ ജസ്റ്റ് ഒരു കണക്ട് ചെയ്തുകൊണ്ട്, അപ്പോൾ അത് മൊബൈലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് കോളറിൽ വയ്ക്കണമെങ്കിൽ ഇതേപോലെ സംഭവമുണ്ട്. അപ്പോൾ നിങ്ങൾ തുറന്നതിന് ശേഷം വേണമെങ്കിൽ കോളറിൽ വയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിക്കാം. വിൻഡ്ഷീൽഡ് ഉണ്ട്. കാറ്റ് സംഭവങ്ങളൊന്നും വലിയ ഇതിൽ എഫക്റ്റ് ആവില്ല. നല്ല രീതിയിൽ സൗണ്ട് ക്വാളിറ്റി കിട്ടും. അപ്പോൾ ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന ബോയയുടെ BYM1 എന്നുണ്ട് ബൈക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ വയേർഡ് ആയതുകൊണ്ട് എപ്പോഴും കുറേ വയറുണ്ട്. ഏകദേശം 10 ഫീറ്റോ 20 ഫീറ്റാണ്ട് നീളമുണ്ട് അതിന്. അപ്പോൾ അങ്ങനെ ഫുൾ എപ്പോഴും കെട്ടുപിടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഞാൻ ഒരു വയർലെസ് മൈക്ക് വാങ്ങണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ തപ്പി എടുത്തതാണിത്. ഇത് എന്തായാലും എനിക്ക് വാങ്ങിച്ചാൽ ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ്. കാരണം 700-800 ആ റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ ഇത്രയും സൗണ്ട് ക്വാളിറ്റി ഉള്ള അടിപൊളി സംഭവം. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ കത്തും ഓണാക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കുമ്പോൾ ഫസ്റ്റ് ലെവലാണെങ്കിൽ ഒറ്റ ലൈറ്റ്, സെക്കൻഡ് ലെവലാണെങ്കിൽ 2 പ്രാവശ്യം ലൈറ്റ് കത്തും, അങ്ങനെ തേർഡ് ലെവലാകുമ്പോൾ 3 പ്രാവശ്യം ലൈറ്റ് കത്തും. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബാറ്ററിയുടെ ഒരു സംഭവമുണ്ട്. ബാറ്ററി ഇപ്പോൾ കഴിയാതായി തോന്നുന്നു. ഇതേ റെഡ് പോലെ കത്തനൊക്കെ ഉണ്ട്. ചാർജ് ചെയ്യണം. ഞാൻ ചാർജ് ചെയ്യാൻ മറന്നു നിന്ന്. ചാർജ് ചെയ്യുക, അതിനുശേഷം ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയാണ് സംഭവം. Type-C ചാർജിങ് ആണ് ഇവിടെ. അപ്പോൾ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതേപോലെ അടിപൊളിയായിട്ട് വോയിസ് ഒക്കെ കിട്ടും. അപ്പോൾ വാങ്ങണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും അത്രയുണ്ടായല്ലോ ഇന്നത്തെ വീഡിയോ. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന മൈക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. BOYM1 3.5mm ഇതിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു പുതിയ ഫോണിൽ മറ്റേ 3.5mm ഓഡിയോ ജാക്ക് ഇല്ല, അതുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ Type-C ആണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ടർ Type-Cയിൽ മൊബൈലിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ കയ്യിൽ പിടിക്കുക. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ചധികം ഞാൻ മതില്ല, 3-4 മാസമായിട്ട് ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അത്രത്തോളമായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ.